നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സന്തോഷത്തോടെ ഒരു ജീവിതം അത് കിട്ടണമെങ്കിൽ കുറേയധികം ചോദ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ ഇപ്പൊ പേടിയാണ്. സത്യങ്ങൾ തേടിയുള്ളൊരു യാത്ര, അതുകൊണ്ട് പോയി എത്തി നിൽക്കുന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ തന്നെയാണ്. ഇനി ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നതിലൊരർത്ഥമില്ല. എല്ലാം വരും പോലെ വരട്ടെ. നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കാം. അതാണ് ജീവിതം. 100% എല്ലാം തികഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാരും തന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ? ഞാനും അതിലൊരാളായിട്ട് ജീവിക്കുന്ന നല്ലത്. വിഷ്ണുജൻ ഇപ്പൊ ആരെ കുറിച്ചാ ചിന്തിച്ചേ? ആരെക്കുറിച്ചാ? ചുമ്മാ അങ്ങനെ വെറുതെ നിന്നാടോ? അല്ല, എനിക്കറിയാം, ചേച്ചിയമ്മയെ കുറിച്ചല്ലേ. കള്ളൊന്നും പറയണ്ട. പക്ഷെ ഞാൻ ചിന്തിച്ചത് സത്യയെ കുറിച്ചാ. അതെന്താ സത്യയെ കുറിച്ച് ചിന്തിക്കാൻ? സത്യം വിളിച്ചിരുന്നോ? അതൊന്നുമല്ല വിഷ്ണുച്ചാ, നാളെ സ്കൂളില് ഫാദേഴ്സ് ഡേയാ. അപ്പൊ എന്റെ കൂടെ എന്റെ അച്ഛൻ വരുന്നുണ്ട്. പക്ഷെ സത്യക്ക് അച്ഛനില്ലല്ലോ. അതുകൊണ്ട് സത്യയുടെ കൂടെ വരാൻ ആരുമില്ല വിഷ്ണുച്ചാ. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഞാനൊരു ഐഡിയ പറയട്ടെ. വല്ല കുഴപ്പം പിടിച്ച ഐഡിയ ആയിരിക്കും നിന്റെ ആണല്ലോ ഐഡിയ. ഒരല്പം കുഴപ്പം പിടിച്ചതാ. എന്നാ പറ. നമ്മുടെ സത്യക്കുട്ടിയുടെ സങ്കടം മാറ്റാൻ പറ്റുന്നാണോ നമുക്ക് നോക്കാം. അച്ഛനെ കൊണ്ടുചെല്ലാൻ പറ്റാത്തയാണല്ലോ സത്യയുടെ സങ്കടം. എന്നാ പിന്നെ സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേ? വിഷ്ണു സത്യയുടെ അച്ഛനായി പോകാനോ? എവിടെ? എന്താ മിണ്ടാത്തെ? സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേന്ന്. അത് വേണ്ട മോളെ, വലിയ കുഴപ്പം. എന്ത് കുഴപ്പം? പാവല്ലേ വിഷ്ണു അച്ഛ. അച്ഛനില്ലാത്ത അവളുടെ സങ്കടം അറിയാവുന്നോണ്ട് പറയാ. നാളെ എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛ സ്കൂളിൽ വരണം. വരുമോ? അല്ല മോളെ, അതിപ്പോ ഇനിയിപ്പോ ഒന്നും പറയണ്ട. വിഷ്ണു അച്ഛൻ സമ്മതിച്ചെന്ന് ഞാൻ സത്യയോട് വിളിച്ച് പറയാൻ പോവാണേ. ഇനി മാറ്റി പറഞ്ഞേക്കല്ലേ. ഇനി ഒന്നും പറയണ്ട. നാളെ വന്നാ മാത്രം മതി. അപ്പൊ വല്ലവന്റെയും കൊച്ചിന്റെ തന്തയായി സ്കൂളിൽ വേഷം കെട്ടാനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണല്ലേ എന്റെ പൊന്നുമോൻ. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യയുടെ അച്ഛന്റെ വേഷം കെട്ടിയാടാനായി സ്കൂളിലേക്ക് പോകില്ല. വിടില്ല ഞാൻ. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.